Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പാദത്തൊപ്പി അണിഞ്ഞണം, ഒരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതല വാളെടുത്തിടണം, ദുഷ്ടനെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in you. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസത്തിൽ ഉറപ്പോടെ പ്രതിസന്ധികളിൽ തളരാത്ത ഒരു ബെസ്റ്റ് യൂത്ത് ഐക്കണുണ്ട്. പരിശുദ്ധ കന്യകാമറിയം തൻ്റെ യൗവനത്തിൽ തന്നെ ദൈവത്തോട് പ്രത്യുത്തരിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഈശോയ്ക്ക് ജന്മം നൽകുവാൻ സമ്മതമൂളിയ പരിശുദ്ധ കന്യകാമറിയം എല്ലാ യുവജനങ്ങളുടെയും ഒരു പ്രചോദനമാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിക്കാൻ യുവജനങ്ങൾ എന്നും പരിശ്രമിക്കുന്നു. ഇന്ന് ക്രൈസ്റ്റ് ഇൻ യൂത്ത് എപ്പിസോഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുക ഗാഗുൽത്ത യൂത്ത് ആർമി ഒത്തിരി സ്നേഹത്തോടെ യുവജനങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. Christ in you. ശക്തിയും ബലവും യേശുവിന് ആമേൻ. മഹത്വവും ജ്ഞാനവും
സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനേ. Christ in you. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങൾ യുവജനങ്ങളെ ഇവിടെ ഒന്നിച്ചു ചേർത്ത അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ അത്രയും ഞങ്ങൾ വീണുപോയ തെറ്റുകൾ പരിഗണിക്കാതെ അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ച അങ്ങയുടെ മഹനീയമായ അനുഗ്രഹത്തെ ഓർത്ത്, കരുണയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ശക്തി ഞങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങയുടെ വചനത്തിൽ നിന്നാണ്. അങ്ങയുടെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് അവ ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ നിമിഷം നമുക്കെല്ലാവർക്കും ഈശോയുടെ വാക്കുകൾക്കായി കാതോർക്കാം. സങ്കീർത്തനങ്ങൾ 119 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. അഭംഗിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റു ചെയ്യുകയില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ. അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല. അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനകൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും. എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുതേ. യുവാവ് തൻ്റെ മാർഗം എന്നെ നിർമ്മലമായി സൂക്ഷിക്കും. അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനകളെ എൻ്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പദ് സമൃദ്ധി പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും. അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസന്റെ മേൽ കൃപ ചൊരിയണമേ. Christ in you. വചനത്തിലൂടെ ഈശോ നമ്മോട് പങ്കുവച്ചത് ഒരു യുവാവ് മുന്നേറേണ്ട വഴികളെക്കുറിച്ചാണ്. ഈശോയെ, ലോകം വെച്ചു നീട്ടുന്ന പല സുഖങ്ങളിലും ഞങ്ങൾ പലപ്പോഴും വീണുപോയിട്ടുണ്ട്. ഈശോയെ, അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കാൻ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ യോഗ്യതയല്ല, അങ്ങയുടെ വലിയ കരുണയാണ് ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കുന്നതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അങ്ങയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ നിമിഷം നമുക്കെല്ലാവർക്കും സ്നേഹം മാത്രമായ ഈശോയുടെ അളവറ്റ കാരുണ്യം പാട്ടിലൂടെ സ്തുതിച്ച് ആരാധിക്കാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ ജീവനേ
Christ in you. എൻ്റെ സ്വപ്നങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം മനസ്സിലാക്കുമ്പോഴാണ് ഒരാൾക്ക് ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ സാധിക്കുക. അങ്ങനെ സഞ്ചരിച്ച് കർത്താവിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ നേടിയ ഒരു വ്യക്തി ആൻമരിയയുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിട്ടുള്ള അനുഗ്രഹം ആൻമരിയ ഇന്ന് നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ യൂത്ത് ഐക്കൺ ആൻമരിയെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ആൻമരിയ. ഞാൻ വെള്ളിക്കുളങ്ങരയിൽ നിന്ന് വരുന്നു. ഞാൻ ഗാഗുൽത്ത യൂത്ത് ആർമിയിലെ ഒരു അംഗമാണ്. ഞാൻ ഈശോ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ നന്മകളെ പറ്റി പറയാനാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ് ജർമ്മൻ എക്സാം എഴുതാനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ചേർന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. എപ്പോഴും വെറുതെ ഇരുന്ന് കരയുക, ഒട്ടും ഓക്കെ അല്ലാത്ത പോലെ തോന്നും, ഭയങ്കര പേടി തോന്നാം. അങ്ങനെ മനസ്സൊട്ട് ശാന്തമല്ലാതിരുന്ന സമയത്ത് ഞാൻ ഗാഗുൽത്തയിൽ ധ്യാനത്തിന് വന്നു. ഞാൻ ഇതുവരെ നിന്ന് ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ ഇതുവരെ നിന്ന് ധ്യാനമൊന്നും കൂടിയിട്ടില്ല, അതുകൊണ്ട് നീ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനല്ലേ, അത്ഭുതങ്ങളൊന്നും നേരിട്ട് കാണാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞാൻ ഈ ധ്യാനത്തിന് വരുമ്പോൾ എൻ്റെ മുൻപിൽ ഒരു അത്ഭുതം കാണിക്കണമെന്ന്. അങ്ങനെ ഞാൻ ധ്യാനത്തിന് ചെന്നു. ധ്യാനത്തിൻ്റെ പിറ്റേ ദിവസം കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ ബ്രദർ എന്നോട് പറഞ്ഞു, ഈശോയും മാതാവും നിന്നെ തൊടുന്നുണ്ട്, നിനക്കറിയാൻ സാധിക്കുന്നുണ്ടോയെന്ന്. ശരിക്കും ആ ഒരു നിമിഷം മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭാരം എവിടേക്ക് പോയെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ സന്തോഷവതിയായി. പിന്നെ ധ്യാനം ഫുള്ള് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി. മനസ്സ് തുറന്ന് സ്തുതിക്കാൻ സാധിച്ചു. പിന്നെ ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ ഈശോയോട് പറഞ്ഞിരുന്നു, എൻ്റെ ജർമ്മൻ എക്സാമിന് ഒറ്റ പ്രാവശ്യത്തിൽ ഞാൻ ജർമ്മൻ എക്സാം പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഗാഗുൽത്തയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന്. അങ്ങനെ ഞാൻ ജർമ്മൻ എക്സാം എഴുതി. ആ എക്സാമിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. പല പ്രാവശ്യം ഞാൻ സ്പീക്കിങ്ങിന് എനിക്ക് പറയാൻ പറ്റാതിരുന്ന സമയത്തും പരിശുദ്ധാത്മാവ് എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ ഞാൻ ജർമ്മൻ എക്സാം ഫുൾ മൊഡ്യൂൾ എനിക്ക് കിട്ടി. എനിക്ക് എൻ്റെ ഈ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഈ അനുഗ്രഹങ്ങളിൽ നിന്ന് മനസ്സിലായത് യേശു ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഈശോയുടെ കൂടെ ചേർന്ന് നിന്നാൽ മാത്രം മതി, അവിടുത്തെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം അവൻ നോക്കിക്കൊള്ളും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. Christ in you. പ്രിയമുള്ളവരെ, ആൻമരിയയുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത വലിയൊരു അനുഗ്രഹം ആൻമരിയ പങ്കുവയ്ക്കുകയായിരുന്നു. ഒറ്റ അറ്റംപ്റ്റ് കൊണ്ട് ജർമ്മൻ എക്സാം ഫുൾ മൊഡ്യൂൾ പാസ്സാകാൻ സാധിച്ചു. ഈശോയെ ഒരു കൂട്ടുകാരനായി കണ്ട് ആൻമരിയ പറഞ്ഞ വാക്കിതാണ്, ഈശോ വളരെ സിമ്പിളാണ്, നമ്മൾ ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയെ സ്നേഹിച്ചാൽ മാത്രം മതി. ഈ ഒരു സത്യമാണ് എല്ലാ യുവജനങ്ങളും തിരിച്ചറിയേണ്ടത്. ഈശോ ജസ്റ്റ് സിമ്പിൾ മാൻ. ഈശോയെ നമ്മുടെ ഒരു കൂട്ടുകാരനായി കണ്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുമ്പോഴാണ്, ആൻമരിയെ പോലെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരീക്ഷകളിലും നമ്മൾ വിജയിക്കുക. അതിനായിട്ട് ലോകം മുഴുവനുമുള്ള എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കരം കോർത്ത് പിടിച്ച് എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ കടന്നു പോകുന്ന പരീക്ഷകളിൽ അവർ വിജയിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ അവർ വിജയം കാണുവാൻ എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി ഒരു നിമിഷം ഈശോയെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ആരാധന, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. നല്ല ദൈവമേ, ഈ യുവജനങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, യുവജനങ്ങൾ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്ന നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പരീക്ഷകളിലും അവർ വിജയം നേടണമെങ്കിൽ ഈശോയെ അങ്ങയുടെ കരം ചേർത്ത് പിടിക്കണം, അങ്ങയെ ഒരു കൂട്ടുകാരനായി കണ്ട് സ്നേഹിക്കണം. അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ എല്ലാ പരീക്ഷകളിലും ഈശോയെ അവർക്ക് വിജയിക്കാൻ സാധിക്കുക.
അതുകൊണ്ട് ഈ നിമിഷം എല്ലാ യുവജനങ്ങളെയും, ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വിജയം കാണുവാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ വരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ആരാധന, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. Christ in you. പ്രിയമുള്ളവരെ, നമ്മെ വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് കൂടുതൽ അറിവ് പകരുവാനായി ഇന്ന് ഇവിടെ എത്തിയിരിക്കുക BLM റിട്രീറ്റ് സെന്ററിന്റെ ഡയറക്ടറായിട്ടുള്ള ഫാദർ നിക്സൺ ആണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കൊക്കെ സുഖാണോ? സുഖാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് വായിക്കുന്ന ഒരു ഗ്രന്ഥം ഏതാണ്? വിശുദ്ധ ബൈബിളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ വായിക്കുന്ന ഗ്രന്ഥം ഈ വിശുദ്ധ ഗ്രന്ഥം ബൈബിളാണ്. അപ്പോൾ ഞാൻ ഈ ബൈബിളിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 73. കറക്റ്റ്, 73 പുസ്തകങ്ങളുണ്ട്. ബൈബിളിൽ രണ്ട് ആയിട്ട് തിരിച്ചിരിക്കുകയാണ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ്. പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 46. പുതിയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 27. ഈ കണ്ണാട വെച്ചവരാണല്ലോ ഒക്കെ ഉത്തരം പറയുന്നത്. ഓക്കെ, പ്രിയമുള്ളവരെ, ഈ ബൈബിളിലെ അവസാന പുസ്തകം ഏതാണ്? വെളിപാട്. ഈ വെളിപാടിൽ 1-ാം അധ്യായം 3-ാമത്തെ ഒരു വാക്യം, അത് വളരെ നമ്മളെ അനുഗ്രഹിക്കുന്നൊരു വാക്യമാണ്. അതിപ്രകാരമാണ്: ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവർ, കേൾക്കുന്നവർ, പാലിക്കുന്നവർ അനുഗ്രഹീതർ. നമ്മളെല്ലാവരും അനുഗ്രഹം കിട്ടുവാൻ ആഗ്രഹിക്കുന്നവരല്ലേ? ഞാനും നിങ്ങളും അച്ഛനും എല്ലാവരും അനുഗ്രഹം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ, നമ്മൾ കണ്ടുമുട്ടിയ പലരുടെയും ജീവിതത്തിൽ ഈ ബൈബിള് പല കാര്യങ്ങളും അവർ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ധ്യാന കേന്ദ്രത്തിൽ ചിലപ്പോൾ ബൈബിളൊക്കെ എടുക്കാൻ ആവശ്യപ്പെട്ട് അവരോട് മത്തായിയുടെ സുവിശേഷം എടുക്കാൻ പറയുമ്പോൾ അവർ ഉൽപ്പത്തിയുടെ പുസ്തകം എടുത്ത് ഇങ്ങനെ മറച്ചു തുടങ്ങാൻ തുടങ്ങും. ഓട്ടോറിക്ഷ വിളിച്ചാൽ അവിടെ എത്തില്ല മത്തായിയുടെ അടുത്തേക്ക്. അവർ വലിയ പഠിപ്പുള്ളവരായിരിക്കും, ബിടെക് അതുപോലെ തന്നെ വലിയ പഠിപ്പുള്ളവരായിരിക്കും, പക്ഷെ ബൈബിളിനെ അവരറിയത്തില്ല. വിശുദ്ധ ജെറോം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ബൈബിളിനെ കുറിച്ചുള്ള, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ഇന്ന് ബൈബിളിനെ കുറിച്ച് അവർക്ക് ഒരുപാട് അജ്ഞതയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് അജ്ഞതയുണ്ട് എന്നുള്ളതാണ്. അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞു വെച്ചു, പുതിയ നിയമം പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയതിൽ വ്യക്തമാകുന്നു. അപ്പോൾ ഈ ബൈബിളിനെ കുറിച്ച് നമുക്ക് നല്ലൊരു അറിവുണ്ടായിരിക്കണം. ബൈബിള് അറിവ് നമുക്ക് പകരുന്നത് നാം ആ ഗ്രന്ഥത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ്. നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധാത്മാവിനാൽ വിരചിതമായതുകൊണ്ട് നമ്മളിത് വായിക്കുമ്പോൾ തന്നെ നമ്മളിൽ അഭിഷേകം നിറയും. നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് വിഷയങ്ങൾ സ്കൂളിലും കോളേജിലുമൊക്കെ നമ്മൾ വായിച്ച് പഠിച്ച് വീണ്ടും വായിച്ച് കഴിയുമ്പോൾ നമുക്കത് വ്യക്തമായി തുടങ്ങും, അല്ലേ? നമ്മളത് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കുവാനും നമുക്ക് സാധിക്കും. അതിനേക്കാളും വലിയൊരു അനുഗ്രഹമാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്നുള്ളത്. ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ്, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവർ, കേൾക്കുന്നവർ, പാലിക്കുന്നവർ അനുഗ്രഹീതർ. നമ്മളിത് വായിക്കുമ്പോൾ ആ സ്വരം നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്ന ആ മുറിയിൽ അവിടെ ഉണ്ടാവും. എനർജി ഒരിക്കലും നശിച്ചു പോവുകയില്ല, ശരിയല്ലേ? അപ്പം നമ്മൾ പറയുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ് ആ മുറിയിൽ ഒരു അഭിഷേകമായി മാറും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് പിശാചിനെ ഓടിപ്പിച്ചത് കല്ലെടുത്തു എന്നല്ലല്ലോ ഓടിപ്പിച്ചത്, വടിയെടുത്തു എന്നല്ല ഓടിപ്പിച്ചത്. കർത്താവ് വചനം പറഞ്ഞിട്ടാണ് പിശാചിനെ ഓടിപ്പിച്ചത്. അപ്പം നമ്മൾ എവിടെയാണോ, ഏത് സാഹചര്യത്തിലാണോ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ തിന്മ നമ്മിൽ നിന്നും ആ സ്ഥലത്തു നിന്നും വിട്ടുപോകുമെന്നുള്ളതാണ്. ആ വചനം നമ്മൾ വായിക്കുമ്പോൾ ഈ ദൈവവചനം നമുക്ക് കേൾക്കാൻ കഴിയും. ആ വചനത്തിൻ്റെ അഭിഷേകം അവിടെ നിറയും. ഈ പുസ്തകം നമ്മൾ കാണുന്നു, നമ്മൾ കൈകൊണ്ട് തൊടുന്നു. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഴുവനും അനുഗ്രഹമായി മാറും. അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നു, കണ്ണിലൂടെ അഭിഷേകം. നമ്മൾ അധരം കൊണ്ട് പറയുന്നു, അധരത്തിന് അഭിഷേകം. അന്തരീക്ഷത്തിൽ അഭിഷേകം.
കാതുകൊണ്ട് കേൾക്കുന്നു, കാതിന് അഭിഷേകം, കൈ കൊണ്ട് തൊടുന്നു, കൈക്ക് അഭിഷേകം. അപ്പം എനിക്കൊരു സംശയം തോന്നി, അപ്പം മൂക്കിന് എന്തിട്ടാണ് അഭിഷേകം? അത് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്, ഒരു പ്രാവശ്യം ജർമ്മനിയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു അമ്മച്ചി, ജർമ്മൻ അമ്മച്ചി, അവരുടെ പരിചയമുള്ള ഒരു സഹോദരിയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. 40 വർഷമായിട്ട് അലർജിയാണ് അവർക്ക് ആ മുറിയിൽ നിന്ന് അവർ വളരെ അപൂർവമേ പുറത്തേക്ക് പോകാറുള്ളൂ. ഈ മരത്തിനൊക്കെ ഈ പെസ്റ്റിസൈഡ്സ് അടിച്ച് അങ്ങനെയാണ് അവർക്ക് അതിൻ്റെ അലർജി വന്നത്. ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ അമ്മച്ചി 1 വർഷമായിട്ട് ബൈബിൾ തൊട്ടിട്ടില്ല. ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നില്ല. ബൈബിൾ തൊടുമ്പോൾ അതിന് അലർജി വരുന്നു. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്ക് തോന്നി, ഇത് എന്തോ ഒരു തിന്മയുടെ ബന്ധനമാണ്. ബൈബിൾ തൊട്ടുകൂടാ, അലർജി. 2 ദിവസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ എനിക്ക് അവരുടെ ഭാഷയൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ജർമ്മൻ അമ്മച്ചിയും വേറൊരു ജർമ്മൻ എഞ്ചിനീയറും ആ വീട്ടിലെ അമ്മയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. അവർ ജർമ്മൻ ഭാഷയിൽ ജപമാല ചൊല്ലാൻ തുടങ്ങി, ഞാൻ ഇംഗ്ലീഷിലും ജപമാല ചൊല്ലാൻ തുടങ്ങി. ഒരു 3-4 നന്മ നിറഞ്ഞ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ അമ്മച്ചി ബൈബിൾ തൊടുന്നില്ല. ഈ അമ്മച്ചി ഉപയോഗിക്കുന്ന ബൈബിൾ എടുത്ത് മാർപ്പാപ്പയ്ക്കൊക്കെ മെത്രാനോ അല്ലെങ്കിൽ വൈദികരോ ഒക്കെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഞാൻ എന്ത് ചെയ്തു, ഈ ബൈബിൾ, ഈ അമ്മച്ചി ഉപയോഗിക്കുന്ന ബൈബിള് ദൈവാനുഗ്രഹം കൊണ്ട് ആ അലർജിയുള്ള അമ്മച്ചി കണ്ണടച്ചിട്ടാണ് നന്മ നിറഞ്ഞ ചൊല്ലുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം, ദൈവമേ, ഞാനങ്ങനെ ഈ ബൈബിൾ എടുത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മച്ചിക്ക് അലർജി പിടിച്ചാൽ ഞാൻ 2 ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് വരേണ്ടതാ, ഇനി വല്ല പ്രശ്നം വരുമോ? കാരണം മാർത്തോമാ ശ്ലീഹായുടെ മക്കളല്ലേ നമ്മളൊക്കെ. പോരാത്തതിന് ഈ അഴിക്കോട് ഭാഗത്തൊക്കെ നമ്മുടെ അടുത്തുള്ള നമ്മുടെ രൂപതയുടെ അംഗമാണ്, ഇരിങ്ങാലക്കുട രൂപതയുടെ ഭാഗമാണ്. എങ്കിലും ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഈ അമ്മച്ചി കണ്ണടച്ചിരിക്കല്ലേ, ഞാൻ ഈ ബൈബിൾ എടുത്ത് ഈ അമ്മച്ചിയുടെ മുഖത്തിന് അടുപ്പിച്ച് 5 രഹസ്യവും ഞാൻ ഈ അടുപ്പിച്ച് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ ഭാഗ്യത്തിനും ദൈവാനുഗ്രഹം കൊണ്ടും ഇതിനിടയിൽ അമ്മച്ചി കണ്ണു തുറന്നിട്ടില്ല. 5 രഹസ്യം കഴിഞ്ഞപ്പോൾ അമ്മച്ചി കണ്ണു തുറക്കുമ്പോൾ എൻ്റെ ബൈബിള് അമ്മച്ചിയുടെ മൂക്കിൻ്റെ തൊട്ടടുത്താണ്. അതോടുകൂടി ആ അമ്മച്ചിക്ക് അന്ന് മുതൽ ഈ ബൈബിളിൻ്റെ അലർജി വിട്ടുമാറി എന്നുള്ളതാണ്. ബൈബിളിൻ്റെ അലർജി അന്നാണ് എനിക്ക് മനസ്സിലായത്, ഇന്ദ്രിയങ്ങളിലൂടെ ഒരു അഭിഷേകം നമുക്കുണ്ട്. കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു അഭിഷേകം, കാതുകൊണ്ട് കേൾക്കുമ്പോൾ ഒരു അഭിഷേകം, വായിക്കുമ്പോൾ അഭിഷേകം, തൊടുമ്പോൾ അഭിഷേകം, മൂക്കിനും അഭിഷേകമുണ്ട്. ഇത്രയും വർഷം അലർജിയായി 1 വർഷമായിട്ട് ബൈബിൾ തൊടുന്നില്ല. അതിൻ്റെ സ്മെല്ല് പോലും അടിക്കാൻ പാടില്ലാത്ത അമ്മച്ചിയുടെ ഈ മൂക്കിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പിടിച്ചു നിർത്തി. പ്രിയമുള്ളവരെ, ഈ വചനം ഒരു അഭിഷേകമാണ്. ജെറമിയായ്ക്ക് എഴുതിയ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 5-ാം അധ്യായത്തിൽ, എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി വിറകിനെ ചാമ്പലാക്കും. അപ്പോൾ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഒരു അഭിഷേകമുണ്ട്. നിങ്ങൾ പഠിക്കുന്നവരാണല്ലേ, കോളേജിലൊക്കെ പഠിക്കുന്നവരാണ്. എല്ലാ മക്കളും ദിവസവും നമ്മൾ കുറേ നേരമെങ്കിലും, അരമണിക്കൂർ സമയം പറ്റിയില്ലെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും ബൈബിൾ വായിച്ചാൽ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഡാനിയേൽ പൂർണ്ണത്തിലച്ചനാണ് ഇങ്ങനെ അരമണിക്കൂർ വായിക്കണമെന്ന് ലോകത്തെ മുഴുവനും പറഞ്ഞ് പഠിപ്പിച്ചത്. പക്ഷേ ഇത് സത്യമായൊരു കാര്യമാണ്. നമ്മുടെ കൈകളിലാണ് ഈ അനുഗ്രഹം ഇരിക്കുന്നത്. ഈ പ്രവചനത്തിലെ വാക്കുകൾ നമുക്ക് ഒരുമിച്ച് പറയാം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും പാലിക്കുന്നവരും അനുഗ്രഹീതർ. നമുക്ക് അനുഗ്രഹം വേണ്ടേ? വേണ്ടേ? ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കുക. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം നമ്മൾ ബൈബിൾ വായിക്കും, പ്രാർത്ഥനയോടെ വായിക്കും. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എന്നെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ പോലും ഈ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം ലഭിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചുകൂടെ? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Christ in you. പ്രിയമുള്ളവരെ, നമ്മുടെ ബാല്യകാലത്ത് നമ്മൾ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഈശോയെ ഒന്ന് കാണണം, ഈശോയോടൊന്ന് സംസാരിക്കണം. പഴയ നിയമത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിത്വമുണ്ട്, സാമുവേൽ പ്രവാചകൻ. ദൈവം സംസാരിച്ച വ്യക്തി.
തൻ്റെ യൗവനത്തിലെ ദൈവത്തോട് പ്രത്യുദ്ധരിച്ചതിൻ്റെ ഫലമായി, ദൈവത്തെ സ്നേഹിച്ചതിൻ്റെ ഫലമായി ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാചകൻ, ന്യായാധിപൻ, 2 രാജാക്കന്മാരെ വാഴിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി, ഇസ്രായേലിൻ്റെ ആത്മീയ ഗുരു, സൈന്യാധിപൻ തുടങ്ങിയ എല്ലാ മേഖലകളിലും വളർന്ന് പന്തലിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് സാമുവേൽ പ്രവാചകൻ. അദ്ദേഹം തൻ്റെ യൗവനത്തിലെ ദൈവം വിളിച്ച വിളിയോട് സഹകരിച്ചു, ദൈവത്തിൻ്റെ സ്വപ്നത്തോട് ചേർന്ന് നിന്നു. അങ്ങനെ ആ യുവാവിനെ ദൈവം ഇസ്രായേലിൻ്റെ മഹത്വത്തിനായി ഉയർത്തി. ക്രൈസ്റ്റ് ഇൻ യൂത്തിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മളും ദൈവത്തിൻ്റെ സ്വപ്നത്തോട് ചേർന്ന് നിൽക്കേണ്ടവരാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ സൈനിങ് ഓഫ്.